guys, welcome back to our channel. ഇന്ന് നമ്മൾ വീണ്ടും ഒരു വെറൈറ്റി ചാലഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്ലാസ് നൂഡിൽസ് ചാലഞ്ച്. അപ്പോൾ ഗയ്സ് ഇന്ന് നമ്മൾ പൊരുത്തം നോക്കിയിട്ട് ഗ്ലാസ് നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് കണ്ടോ ഗയ്സ്, ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നൂഡിൽസ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നൂഡിൽസ് കാണുന്നത്. കണ്ടോ, ഇതിങ്ങനെ സാധാരണ നമ്മൾ നൂഡിൽസ് ഒക്കെ ഉണ്ടാവുക ഒരു ക്രീം കളർ, വെള്ള കളർ അങ്ങനെയൊക്കെ അല്ലേ, പക്ഷെ ഇത് കാണാൻ വളരെ ക്ലിയർ ആണ്. ഇവിടുന്ന് നോക്കി നമുക്ക് അങ്ങോട്ടേക്ക് ഇതിന് കളർ ഇല്ല, ഇത് ഗ്ലാസ് പോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നൂഡിൽസ് ആണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പൊരുത്തം നോക്കിയിട്ട് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നൂഡിൽസ് ആക്കി എടുക്കാൻ വേണ്ടി, ബാക്കിയുള്ളവർ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഇവർ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏറ്റവും അവസാനം ആർക്കാണ് അവരുടെ ഫേവറേറ്റ് നൂഡിൽസ് കിട്ടുന്നത് നമുക്ക് അപ്പൊ നോക്കാം. അപ്പൊ ഗയ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നൂഡിൽസ് ആണ്, എന്റെ ഇഷ്ടങ്ങളൊക്കെ ഇവർക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുറെ കാലമായി നമ്മൾ ടെലിപ്പതി ചെയ്തിട്ട് അതുകൊണ്ട് ടെലിപ്പതിന്റെ ഒരു ടച്ച് വിട്ടുണ്ട്. പക്ഷെ ഇഷ്ടങ്ങളൊക്കെ ഇനി ഓർമ്മ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ചാൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗയ്സ് നമ്മളിത് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്കുള്ളത് ചിക്കൻ ഉണ്ട്, വെജീസ് ഉണ്ട്, പിന്നെ പ്രോൺസും ഉണ്ട് ഗയ്സ്. ഇത് പ്രോൺസിന്റെ ബ്രോസ്റ്റ് പോലത്തെ സാധനമാണെന്ന് തോന്നുന്നത്. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആണ് ഗയ്സ്. ഇത് കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, ഇതെനിക്കറിയാം. എനിക്ക് നല്ല ടെൻഷൻ കേട്ടോ. ശ്രീന്റെ തുടങ്ങിയാൽ ഇന്ത്യ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത്, ഇതിൽ ഞാൻ ഭയങ്കര പലതവണ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പലതവണ കഴിക്കുന്ന സാധനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതിലുണ്ട്. അപ്പൊ അത് ഇവർക്ക് അറിഞ്ഞിരിക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ലേ, എനിക്കറിയാം. എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നോക്കാം നമുക്ക്. ഇതിൽ നമുക്ക് സംഭവം എന്താ വെച്ചാൽ ചിക്കൻ നൂഡിൽസ് വേണ്ടവർക്ക് ചിക്കൻ സെലക്ട് ചെയ്യാം, വെജ് നൂഡിൽസ് വേണ്ടവർക്ക് ഈ വെജീസ് സെലക്ട് ചെയ്യാം, പിന്നെ പ്രോൺസ് നൂഡിൽസ് വേണ്ടവർക്ക് ഈ പ്രോൺസ് സെലക്ട് ചെയ്യാം. തൽക്കാലത്തില് കുറെ സാധനങ്ങൾ വരുന്നതുകൊണ്ട് ചിലപ്പോ ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള നൂഡിൽസ് ആയി മാറാനും മതി. സെലക്ട് ചെയ്യാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. എനിക്കിതിൽ തീരെ ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് അറിയാം. ഇഷ്ടമുള്ളത് ഇത് തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ, ബാക്കിയുള്ളതിനായിട്ട് കൺഫ്യൂഷൻ ആയാലും ഞാൻ ഇഷ്ടമല്ലാത്ത എടുക്കേണ്ടി വരും. അതിനോടാണ് കൃത്യമാക്കണോ. ഇഷ്ടമില്ലാത്ത ആ സാധനം, തീരെ ഇഷ്ടമില്ലാത്ത സാധനം. അതാ സംഭവം. ഞാൻ എന്തായാലും സെലക്ട് ചെയ്ത്. റെഡി 3, 2, 1 go. എനിക്ക് മീൻ ഇഷ്ടമല്ല ഗൈസ്, അതിനോടാണ് ഞാൻ പറഞ്ഞത് ഇതിട്ടിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ പറ്റൂല. അത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ ഇഷ്ടമല്ല. രണ്ടുപേരും കറക്റ്റ് ആക്കിയതുകൊണ്ട് ഇതിന്റെ ഗ്ലാസ് നൂഡിൽസിലേക്ക് ഞാൻ ഇത് ലാസ്റ്റ് എങ്ങനെ ഉണ്ടാവായിരിക്കില്ലേ ടേസ്റ്റ്? എനിക്ക് ചിക്കൻ കിട്ടിയോണ്ട് ഒരു സമാധാനം ഉണ്ട് ഗൈസ്. ഞാൻ അടുത്ത എന്റെ പറയട്ടെ. ഓക്കെ, ഇത് ഇവർക്ക് കറക്റ്റ് സിമ്പിൾ ആയിരിക്കും. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. ഞാൻ വീണ്ടും പറയുന്നു, പുതിയ വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ഓക്കെ, ഇതിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. തീരെ ഇഷ്ടമല്ലാത്തത് ഇതാണ്. എനിക്ക് ഇതാന്നാ തോന്നുന്നു. അയ്യോ, എനിക്കത് പറഞ്ഞൂടാ. ശ്രീന്റെ പോലെ തന്നെ തീരെ ഇഷ്ടമല്ലാത്ത സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്താണ്. ഓക്കെ, റെഡി 3, 2, 1 go. ചിക്കൻ അല്ലേ? ചിക്കൻ. എനിക്ക് ചിക്കനാണ് ഇഷ്ടമുള്ളത്. ഇനി അടുത്ത് ഞാനാണ് ഗൈസ്. എന്റെ ഇഷ്ടമുള്ളത് ഞാൻ ഇഷ്ടമല്ലാത്ത പറയാൻ പോവാണേ. എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, വേണ്ടാന്നുള്ളത് ഇതുമാണ് കേട്ടോ. അത് തോന്നുന്നു. ഞാൻ രണ്ടാളൊന്നും കറക്റ്റ് ആക്കി എനിക്ക് അങ്ങനെ തന്നെ കിട്ടണം. ഓക്കെ, റെഡി 3, 2, 1 go. എനിക്ക് ഈ ചെമ്മീൻ്റെ അത്ര ഇഷ്ടമല്ല. ചിക്കൻ ഉള്ള സ്ഥിതിക്കുള്ള കാര്യം അല്ല, അതെന്താ അറിയോ, ആരും നൂഡിൽസ് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ആരും അങ്ങനെ ട്രൈ ചെയ്യലില്ല. പിന്നെ ഞാനാണ് ഈ ഇങ്ങനത്തെ ഷ്രിമ്പ് കാര്യങ്ങളൊക്കെ കഴിക്കല്. പിന്നെ ഈ ചിക്കൻ ഒക്കെ വരുന്ന സമയത്ത് ആരാ ഗൈസ് ഈ ക്യാരറ്റ് ഒക്കെ എടുക്കാൻ പോകുന്നത്? അതുകൊണ്ടാണ്. ഇപ്പൊ ആ ചിക്കനൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇനി സോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലുക്കായി മാറും. ഫസ്റ്റ് റൗണ്ട് എല്ലാരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ട് ഭയങ്കര ടഫാണ്. ഈസിയാണോ ഗൈസ് തോന്നുന്നത്? അല്ല, എനിക്ക് ഈസി അല്ല. എനിക്ക് ഇവരെ താരതും ഒന്നും അറിയില്ല. അപ്പൊ ഈ റൗണ്ടിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെ സ്വീറ്റ് കോൺ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ചീസ് ഉണ്ട് ഗൈസ്. ഇത് മൂന്ന് എനിക്ക് ഇഷ്ടം എനിക്കറിയാം. ഷാമിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ ശ്രീന്റെ എനിക്ക് ഉറപ്പാണ്. അല്ല, എനിക്ക് ഇഷ്ടമുള്ള എനിക്കറിയില്ല. പിന്നെ നമുക്ക് എങ്ങനെ അറിയാം? എനിക്കിത് മൂന്ന് ഇഷ്ടമാണ്. എന്തായാലും ശ്രീന്റെ തുടങ്ങാം. ശ്രീ തുടങ്ങാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഗൈസ് ഇതാണ്. ശ്രീന്റെ ഏകദേശം എനിക്കറിയാം. എനിക്കിതിൽ തീരെ ഇഷ്ടമല്ലാത്തത് ഇതാണ് കേട്ടോ. ഓക്കെ, റെഡി. കറക്റ്റ് ആക്കണം. ശ്രീന്റെ എനിക്ക് ഇതാണ് ഇഷ്ടമുള്ളത് എനിക്ക് ഉറപ്പാണ് ഗൈസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, റെഡി. കറക്റ്റ് ആക്കണം. 3, 2, 1 go. കറക്റ്റ്
സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ തിരിഞ്ഞാലും ഒക്കെ സ്വീറ്റ് കോണാ വേണ്ടത്. പിന്നെ ഇതിൽ ഇഷ്ടമല്ലാണ്ടിരിക്കൂലല്ലോ. നല്ലോണം കിടക്കും. ഇത് മൊത്തം ഞാൻ ഇട്ടു. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ്. ഇഷ്ടമല്ലാത്തത് ഇതാണ്. സംഭവം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഇപ്പൊ കൂട്ടത്തിൽ ഇപ്പൊ എനിക്ക് ഇതിലേക്ക് വേണം തോന്നുന്നത് അതാണ് കേട്ടോ. ഓക്കെ റെഡി? 3 റെഡി അല്ലേ? 3, 2, 1 ഗോ. ചീസ്. അയ്യോ ഗ്രീൻ പീസ് ആണ്. നമുക്കിത് ഭയങ്കര ഇഷ്ടമല്ല. ഞാനൊരു കാര്യം വേണ്ട, ഓക്ക് 3 ഇഷ്ടമാണെന്നോട് പറഞ്ഞു. ഞാൻ അല്ല, എനിക്കത് നിങ്ങളെടുത്ത സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നൂഡിൽസിലേക്ക് എനിക്ക് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കഴിക്കാൻ. ഇനിയിപ്പോ ഇഷ്ടമല്ലാന്ന് പറഞ്ഞതാ. ഇഷ്ടമല്ലാതെ സ്വീറ്റ് കോൺ അത് ഇട്ടോ. അത് ഉണക്ക് കുറച്ച് ഇഷ്ടമുണ്ട്. എന്നാലും രണ്ടാളും തെറ്റിച്ചില്ലേ? അതെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എന്നെ കൊന്നേനെ. ഇഷ്ടമല്ലാത്ത ഇതിന് എത്ര ഇടുന്നേ? അല്ല അന്ന വേണ്ട, അത്ര വേണ്ട. ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇടുന്നുണ്ട്. എനിക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ഇതാണ്. ഏതാണ്? 5 എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ് കേട്ടോ. ഓക്കെ, 5ന്റേത് തെറ്റിക്കരുത്. അല്ല, എനിക്ക് എന്നോട് പറയാൻ ക്ലൂ ഉണ്ടോ? ക്ലൂ ഒന്നും തരാൻ പറ്റില്ല. ഈ കണ്ടുപിടിക്കും. സ്ഥിരമായിട്ട് നമ്മൾ ഹൈലൈറ്റ് പോകുമ്പോ തിന്നുന്നതാ. ഞാൻ നൂഡിൽസ് പൊതുവെ കഴിക്കാറില്ല, പക്ഷെ ഇന്ന് കഴിഞ്ഞാൽ കൂടി എനിക്ക് ഇതാണ് ഇപ്പൊ ഇഷ്ടം. ആണോ? അതിപ്പോ എന്താ? ഓക്കെ റെഡി? 3, 2, 1 ഗോ. അതല്ലേ ഞാൻ ചോദിച്ചു നമ്മൾ ഹൈലൈറ്റ് പോകുമ്പോ തിന്നുന്ന. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സ്വീറ്റ് കോൺ എനിക്ക് ഇഷ്ടം. അത് എടുക്കുന്നത് ഞാൻ നൂഡിൽസിലേക്ക് ഇവിടെ മനഃപൂർവ്വം എനിക്ക് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് എടുത്തതാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പരസ്യത്തിലൊക്കെ എന്താ കാണല്? മാഗി നൂഡിൽസില് ഗ്രീൻ പീസ് അല്ലേ? അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. അത് ഓക്കെ. ഇഷ്ടമല്ലാത്ത എന്താന്ന് അറിയാം എനിക്ക്? ഗ്രീൻ പീസ്. അതെ, എനിക്ക് ഗ്രീൻ പീസിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പൊതുവേ തന്നെ ഗ്രീൻ പീസ് അങ്ങനെ കഴിക്കാറില്ല. ഗൈസ് എന്തായാലും ഞാൻ അത് ഇടുന്നുണ്ട്. ഞാൻ ശരിയാക്കി. താങ്ക് യു. ഇവളിന്നെ പറ്റിച്ച്. ഗൈസ് എനിക്ക് ഗ്രീൻ പീസ് ഈ നൂഡിൽസിനാട്ടോ അത്ര ഇഷ്ടമല്ലാത്ത. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബീച്ചിലുള്ള ആ സാധനല്ലേ, അത് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടം. എഗ് ഒക്കെ ഇട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്ത്. എന്തായാലും ഗ്രീൻ പീസ് ഞാൻ ആരോഗ്യത്തിന് നല്ലതല്ലേ ഗ്രീൻ പീസ്? ആകാം. ഞാൻ പിന്നെ സെലക്ട് ഈ റൗണ്ടില് ഷാമിന്റെതും തെറ്റി, ഇന്റതും തെറ്റി, ശ്രീന്റെതും മാത്രം റെഡി ആയിട്ട്. അങ്ങനെ നമ്മളിത് 3rd റൗണ്ടിലേക്ക് കടക്കാണ്. 3rd റൗണ്ടിൽ നമുക്ക് വന്നിട്ടുള്ളത് ഫുൾ എഗ് ആണ് കേട്ടോ. വൺ വെറൈറ്റി റൗണ്ട് ആണ്. സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ട്, ബുൾസൈ ഉണ്ട്, ബോയിൽഡ് എഗ് ഉണ്ട്. ഇതിൽ ഏത് എഗ് ആണ് നമുക്ക് നൂഡിൽസിലേക്ക് വേണ്ടത് എന്നാണ് ഞങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുതരുമോ? എഗ്ഗിന്റെ പല പല ടൈപ്പ്. പൊട്ടിയ പുളിച്ചയാ തന്നത്. പുട്ടി പുളിച്ചയൊക്കെ കൊടുത്തു. നല്ല വൃത്തിയിൽ, ഇതൊക്കെ നല്ല വൃത്തിയിൽ സംഭവിക്കി കൊണ്ടെത്തും. പക്ഷെ അത് മാത്രം പൊട്ടി സാരല്ലേ ശ്രീ? എന്തായാലും ശ്രീന്റെ എന്താന്ന് ശ്രീ പറഞ്ഞോ? ഞാൻ പറഞ്ഞുതരാം. അത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത് 3 എനിക്ക് ഇഷ്ടമാണ്. ശരി, അവളൊക്കെ എല്ലാം ഇഷ്ടം നൂഡിൽസിന്. മുണ്ടല്ലേ പിന്നെ എന്റെ തെറ്റില് പിന്നെ ഞങ്ങളെ പറയാൻ വരരുത്. അത്രേ ഉള്ളൂ. ശ്രീ പറഞ്ഞോ? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത്, ഇതിലേക്ക് എനിക്ക് വരണമെന്ന് തോന്നുന്നത് ഇതാണ്. എനിക്കിതിൽ തീരെ വേണ്ടാന്ന് തോന്നുന്നത് ഇതാണ്. ഓക്കെ, ഇഷ്ടമുള്ള ഇതാണ്, വേണ്ടാന്ന് തോന്നുന്ന ഇതേക്ക്. കൺഫ്യൂസിംഗ് ആണ് കാര്യം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്ത് വേണം എനിക്ക് ഒരു ഐഡിയ ഇല്ല. അല്ല, ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെന്നെ എനിക്ക് തരാറുണ്ട് ഗൈസ്. അതിനോണ്ട് ഒരു അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ വെറുതെ ഓരോന്ന് പറയരുത്. ഏതാണ് ഇഷ്ടമുള്ള പറയും. നമ്മൾ ഇടക്കിടക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താണ്? എനിക്കൊരു ഓക്കെ റെഡി? നമ്മൾ കോഴിമുട്ട ഇതാക്കലുണ്ട്, ഓംലേറ്റ് ആക്കലുണ്ട്. അതാ അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ റെഡി? 3, 2, 1 ഗോ. ജന്തുക്കളെ എനിക്ക് ഇതല്ല 5 ഉണ്ടാക്കി തരുന്നു. അയ്യോ, ഞാൻ പറയട്ടെ, അത് എന്തുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് റോ ടേസ്റ്റ് ഉള്ളത് ഇഷ്ടമാവാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബുൾസ എടുക്കാഞ്ഞത്. ബുൾസയൊക്കെ ഇഷ്ടോ? എനിക്കതായിരുന്നു ഇഷ്ടോ. ഇവർക്ക് എന്നെ അറിയൂല. അല്ല, നമ്മുടെ രണ്ടുപേരും എന്തുകൊണ്ടാണ് ഇതെടുത്ത്? ചിലപ്പോ ഇങ്ങനത്തെ കുറച്ച് റോ ആയി കിടക്കുന്നത് ഇഷ്ടാവൂല. പക്ഷെ ഇവരുണ്ടാക്കിയത് എന്തൊക്കെയോ ഇഷ്ടമായിരുന്നു. അതിനോണ്ടാണ് നൂഡിൽസിലേക്ക് ഇത് വന്നാൽ കറക്റ്റ് ആണ്. ഞാൻ ഒരു കാര്യം ഇവർക്ക് എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് അറിയില്ലേനു. ഈ എന്നല്ലേ പറഞ്ഞത് നൂഡിൽസിലേക്ക് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കഴിച്ചൊക്കെ ശ്രീ പറഞ്ഞിട്ട് ആക്കി എനിക്ക് തന്ന ഓർമ്മയില്ല. പക്ഷെ സത്യം പറയട്ടെ, നമ്മള് രാത്രി മാഗി ഉണ്ടാക്കുമ്പോ എനിക്ക് ആക്കി തന്നിട്ടുണ്ട്. ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല. അനക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞതാ. ഇഷ്ടമല്ലാന്ന് പറഞ്ഞ ഇത് ബോയിൽഡ് എഗ് അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഡെക്കറേറ്റ്. ഇത് നൂഡിൽസിൽ കഴിക്കും, നല്ല ടേസ്റ്റാ. അത് നമുക്ക് ഈ ഉണ്ടാക്കി കൊടുത്തില്ല, അതുകൊണ്ട് ഒക്കെ അറിയാത്ത. അതാണ് പ്രശ്നം. ഞാൻ നാളെ ഉണ്ടാക്കി തരാം, അപ്പൊ മനസ്സിലാവും. അത് ഇത് സത്യം ഞങ്ങൾക്ക് അറിയില്ലേനു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അതാ സംഭവം. ഇനി അതെന്റെ പറഞ്ഞ കേട്ടോ. അതിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ, ശരിയാ വേണ്ടിട്ട്. എനിക്ക് ഇതില് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ നൂഡിൽസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇതും ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്. ഇതാണ് ഇഷ്ടം.
ഓക്കെ റെഡി? ഇഷ്ടമില്ലാത്തത് ഇത്. ഓക്കെ 3, 2, 1 go. അനക്ക് ബുൾസൈ ഇഷ്ടോ? ഇവളാണ് ബുൾസൈ മറ്റേ നൂഡിൽസിന്റെ മുകളിൽ വെച്ചിട്ട് ആ മഞ്ഞക്കറിയൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ എനിക്ക് അങ്ങനെ ഇവള് ഉണ്ടാക്കി തരലുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതല്ല ഇഷ്ടം. അതെ ഓക്കെ അതന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് മാഗി രാത്രിയിൽ നമ്മള് നിൽക്കുന്ന സമയത്ത് മാഗി ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ബുൾസൈ ഇട്ടിട്ട് അത് പൊട്ടിച്ചിട്ട് എനിക്ക് കഴിക്കാൻ തരാറുണ്ട്. ഓർഡർ ഇത് തീരുമാനം. ഞാനൊരു സത്യം പറഞ്ഞൊരു കേസ്, രണ്ടും ഞാൻ കഴിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസിന്റെ മുകളിൽ പുളിച്ച വെച്ച് കഴിക്കല്. మనకి ഇഷ്ടമല്ലാന്ന് പറഞ്ഞതാ. ഇഷ്ടമില്ലാത്ത ബോൾഡ് എടുത്തു വെക്ക്. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഇട്ടിട്ട് ബാക്കി പറഞ്ഞിട്ട് ഞാൻ നിർത്തുള്ളൂ. ആ പറയും. എനിക്ക് നൂഡിൽസിൽ ഈ സ്ക്രാമ്പിൾഡ് എഗ് ആണല്ലോ സാധാരണ നമ്മൾ റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ നൂഡിൽസിൽ ഉണ്ടാവുക. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതൊന്നും ഇവിടെ പറയണ്ട. ഓളെന്നെ പറഞ്ഞു 3 ടൈപ്പ് എഗ് ഒക്കെ ഇഷ്ടമാണ്. കഴിച്ചോ? എന്നിട്ട് ഇനി ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പപ്പടം അല്ല ഞാൻ പറഞ്ഞത് ഇതില്ലേ, ഇത് ഈ സൈഡിൽ ഇത് ആ സൈഡിൽ വെച്ച നല്ല ഭംഗി ഉണ്ടാവും. അല്ല കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞതാണ്. ഈ അടുത്ത ഇന്റെ ഊഴാണ് ഗൈസ്. അടുത്ത റൗണ്ട് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിൽ വരെ ശരിയാക്കിയാൽ മതി, കുഴപ്പമില്ല. ഇതിൽ എനിക്ക് ഇഷ്ടമല്ലാത്തത് അല്ല, ഫസ്റ്റ് ഇഷ്ടമുള്ള പറയാം. ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമല്ലാത്തത് ഇതുമാണ്. ശരിയാക്കി തരാം. ഓക്കെ അങ്ങനെ റിവെഞ്ച് ഒന്നും ഇവിടെ എടുക്കാൻ പാടില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് എടുക്കുള്ളൂ. ഓക്കെ 3, 2, 1 go. ഇതെന്താ സംഭവം? ഇത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. കോഴിമുട്ട പല രീതിയിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറയുന്നത് എല്ലാവർക്കും തെറ്റിയത്. എനിക്ക് എന്താ ഇഷ്ടമുള്ളത്? ഇത് നമ്മളെ തെറ്റല്ല, കാക്ക ചെയ്തതാണ് തെറ്റ്. നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ചെയ്തത് സത്യം പറഞ്ഞ കുറുക്കി കൊണ്ടു. എനിക്കില്ലേ ഇവര് സെലക്ട് ചെയ്യാതെ എനിക്ക് ബോയിൽഡ് എഗ് ഇതിൽ വരുന്ന അതിന് കൂടുതൽ ഇഷ്ടമല്ലാന്ന് പറഞ്ഞത് ഈ ബുൾസൈ ആയിരുന്നു കേട്ടോ. അത് സാരല്ല, അത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം തിന്നാ മതി. കാണുമ്പോ നല്ല ഭംഗി ഉണ്ടാവും. എന്തായാലും ഞാൻ വെക്കുന്നുണ്ട്. ഷാമി പറഞ്ഞ പോലെ തന്നെ ഇത് ഏതായാലും ഓക്കെയാണ്. കണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാൻ. അതിന്റെ മുകളിൽ ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയ എന്തുകൊണ്ടാന്നറിയോ? ആ താഴെ അതിന്റെ ഗ്രീൻ പീസും കൂടെ വന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. തരൂല. ഇനി അടുത്ത റൗണ്ട് ഗൈസ്, അടുത്ത റൗണ്ട് നമുക്ക് കിട്ടിയില്ലേ? ആരും ശരിയാക്കില്ല. ഈ റൗണ്ടല്ല പൊതുവെ ഞാനല്ലേ റെഡിയാക്കി തന്നെ. കൂടുതൽ ആരാ ശരിയാക്കി ഇതുവരെ എന്നാണ് ചോദിക്കുന്നത്. അത് ആരാന്ന് ഓർമ്മയില്ലേ? നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ എന്തൊക്കെ വരാൻ നോക്കാം. അങ്ങനെ നമ്മൾ 4th റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണ നമുക്ക് നൂഡിൽസിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഫുഡിന്റെ റൗണ്ടാണ് ഗൈസ്. നമുക്ക് ആദ്യം തന്നെ ഉണ്ട് ബ്രോക്കലി ഉണ്ട്, പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് കിംചി ഉണ്ട് ഗൈസ്. ഞാൻ പറയൂ. പിന്നെ അടുത്തത് ക്യാപ്സിക്കം ഉണ്ട് ഗൈസ്. ക്യാപ്സിക്കോ ഈ ബ്രോക്കലി അല്ല, ക്യാപ്സിക്കോ നൂഡിൽസിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ്. പിന്നെ കിംചി എന്ന് പറയുന്നത് കൊറിയൻ നൂഡിൽസ് ഒക്കെ ആണെങ്കിൽ കിംചി ഇല്ലാതെ പിന്നെ പ്രത്യേകിച്ച് ഗ്ലാസ് നൂഡിൽസ് ആണല്ലോ, അപ്പൊ കിംചി നല്ലതാണ്. പിന്നെ ബ്രോക്കലി എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഈ നൂഡിൽസിലേക്ക് വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ ആദ്യം പറയാം. ഇത് തെറ്റിച്ചാലുണ്ടല്ലോ ഇല്ല, ഇതിൽ എനിക്ക് ഏകദേശം അത്രേ ഉള്ളൂ. പറഞ്ഞോ. കഴിഞ്ഞ പ്രാവശ്യം കാര്യമായിട്ടുള്ള തെറ്റിച്ചാണ്. ഇത്തവണ ശരിയല്ല. ഇതില് സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ഏതാന്ന് എനിക്കറിയാം. ആണോ? ഞാൻ ഇഷ്ടമല്ലാത്ത പറഞ്ഞുതരാം. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതായിരുന്നു. ഒത്തിരി ഇഷ്ടയില് എന്തെങ്കിലും ഉണ്ടോന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ റെഡി? അറിയോ? എനിക്ക് ഇഷ്ടമല്ലാതെ തീരെ ഇഷ്ടമല്ലാതെ ഞാൻ എടുക്കണേ, ഒരു കറക്റ്റ് ആക്കണേ. എന്തടി? 3, 1 go. എനിക്കറിയാം ഇവക്ക് കിംചി ഇഷ്ടമല്ലാത്ത ബ്രോക്കലി അല്ലേ? അത് ഞങ്ങൾക്ക് അറിയാം. അത് ഞങ്ങൾ ശരിയാക്കി. അത് എന്തെങ്കിലും ഒന്ന് മാറി പോയിണ്ടെങ്കിൽ ശരിക്കും ഞാൻ അതെടുത്ത് ഇതിലിടേണ്ടി വന്നേനെ. ഇതുണ്ടോ നല്ല അടിപൊളി കിംചിയാണ്, ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അതിലിട്ടു. അതിലിടാൻ ഞങ്ങളെന്ന് ചോദിക്കരുത് കേട്ടോ, തരൂല. ഇതില് കൊറേ ഉണ്ട്. ശ്രീന്റെ ബോൾ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് കുറവാണല്ലോ. നല്ല അടിപൊളി കിംചി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ആ റൗണ്ടില് ശ്രീന്റെ നമ്മൾ കറക്റ്റ് ആക്കി. ഇനി അടുത്തതുണ്ടെന്നാണ് വരുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ്, തീരെ ഇഷ്ടമില്ലാത്തത് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാട്ടോ. എനിക്ക് ഡൗട്ട് ആട്ടോ. നിങ്ങൾക്ക് അറിയാം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം. 3, 2, 1 go. കിംചിയില്ലേ? ഞാൻ കറക്റ്റാക്കി. താങ്ക് യു. ക്യാപ്സിക്കോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്യാപ്സിക്കം ഇല്ലാതെ ഒരു പരിപാടി ഇല്ല. ഇപ്പൊ പറഞ്ഞിട്ടല്ലേ ഷാമി? പക്ഷെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞത് ഗ്ലാസ് നൂഡിൽസ് അല്ലേ. ഇതിലേക്ക് ഇത് വെറൈറ്റി എന്നൊക്കെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു കേട്ടില്ല. ഇതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഏതാ? ഇഷ്ടമില്ലാത്ത ബ്രോക്കലി. ഞാൻ അത് ഇടേണ്ടി വന്നില്ലേ? അനക്കൊന്ന് ആലോചിച്ചു. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് പറയണം.
ഞാൻ ഈ കിംച്ചി ഇവിടെ കൊണ്ടുവച്ചപ്പോ ഞാൻ അതിൽ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചോ. അതുകൊണ്ട് ഞാനിങ്ങനെ കഴിച്ചോ. മുദ്ര ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം, മനസ്സിലായോ? അതെ, അത് നല്ല ബട്ടർ ഒക്കെ ഇട്ട് വാട്ടിയതാണ്. നല്ല സല്ലു നേരത്തെ പറഞ്ഞതല്ലേ. ബട്ടർ. പക്ഷെ ഇവക്ക് നൂഡിൽസിൽ എന്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കഴിച്ചോളൂ. അതുകൊണ്ട് ഈ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്ന വെറുതെയാണ്. അങ്ങനൊന്നല്ല, എനിക്ക് ബ്രോക്കലി ഇഷ്ടമല്ല. എനിക്ക് കിംച്ചി ഇതില് വന്നിട്ട് എന്ത് രസം. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഇതുപോലെ ഉണ്ടാവും. എന്ത് രസം. കൊറിയൻ നൂഡിൽസ് പോലെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു. ബ്രോക്കലി ഇതില് വിഷമപൂർവ്വം എന്താ ഇത്തിരി ഇടണേ? നേരത്തെ ആ സ്വീറ്റ് കോൺ വാരി വലിച്ചിട്ടിരുന്നല്ലോ. അതുപോലെയല്ല, സ്വീറ്റ് കോൺ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് കണ്ടോ. അതുകൊണ്ടാട്ടോ നേരത്തെ പറഞ്ഞപ്പോ അതുകൊണ്ടല്ല ഇത് സാധനം കിട്ടിയതുകൊണ്ടാന്നൊക്കെ പറഞ്ഞതാ. പോർക്കൊണ്ട് കുത്താൻ വരുന്നുണ്ട് ഞാൻ സമ്മതിക്കേണ്ടത്. ഇത് തെറ്റിച്ചതും പോരാ, ഓളെ ചീത്ത ഞാൻ കേൾക്കണം. ഓക്കെ, ഇതിന് എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്. വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഇതാണ്. ഞാൻ നിൽക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞാൽ ശ്രീ എന്റെ കിംചി ഞാൻ തിരിച്ചു പാത്രത്തിലേക്ക് ഇടിക്കുന്നു. അല്ല, ഇത് അഞ്ചു എനിക്ക് അറിയില്ല കേട്ടോ. സത്യം കൂടെ നടന്നിട്ട് ഇന്നെ അറിയില്ല അല്ലേ. ഡ്രാമ ഒക്കെ നടത്തണം. ഓക്കെ, ഞാൻ ടെൻഷനാക്കി കളയും. 3 ഇതാണ്. 2 ഒന്നുകൂടെ പറയോ? പറഞ്ഞ ഡയലോഗ്സ് ഒന്നുകൂടെ പറയാൻ പറ്റുമോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്. വേണ്ട തോന്നുന്നത് ഇതാണ്. സെലക്ട് ചെയ്തോട്ടോ. 3 2 1 ഗോ. അയ്യോ, സോറി. കുറച്ച് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ മറ്റേ നൂഡിൽസ് ഒഴിച്ചുകൂടാനാവാത്ത ക്യാപ്സിക്കാണെന്ന്? ഞാനല്ല ഇവിടെ അത് പറഞ്ഞത്. ക്യാപ്സിക്കം ഞാൻ ബ്രോക്കോളിന്റെ അപ്പൊ എന്തുകൊണ്ട് മുദ്ര ശ്രദ്ധിച്ചില്ല? ഞാൻ ബ്രോക്കോളിനെ ഇവിടെ ഇരുന്ന് വർണ്ണിക്കായിരുന്നു. ഒന്നും കേട്ടില്ല. ബ്രോക്കോളി ഇത്ര ഇഷ്ടമാണെന്ന് വരുമ്പോ ഇതല്ല ഇടുന്നത് ക്യാപ്സിക്കം. പ്രത്യേകിച്ച് ബട്ടർ ഇട്ട് വാട്ടിയതാരം കൊണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവായിരുന്നു. ഡിസൈനിന് 4 മതി. അതുപോലെ ഒരു 5-6 വെക്കണത്. ഈ നേരത്തെ സ്വീറ്റ് കോൺ വാരി കോരി ഇട്ടതുകൊണ്ടാണ് ഞാനിപ്പോ ഷാമീന്റെ നൂഡിൽസ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ട്. സൈഡിൽ ഇങ്ങനെ ഗ്രീൻ ബോയിൽഡ് എഗ് ഉണ്ട്, സ്വീറ്റ് കോൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം കൂടെ നല്ല ഇതിൽ ഇഷ്ടപ്പെട്ടാതെ കിട്ടിയത് ഇഷ്ടപ്പെട്ട് കിട്ടിയ ചിക്കൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇഷ്ടപ്പെടാത്ത നിങ്ങള് തെറ്റിച്ചതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഓളെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. ഇത് കറക്റ്റ് കൊറിയൻ നൂഡിൽസ് ഇട്ടോ. അതായിരുന്നു ഞാൻ വിചാരിച്ച. പക്ഷെ ബുൾസൈയും കൂടി വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ ആ ബുൾസൈ ഇന്ത്യയിലാണ് കഴിച്ചത്. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ നമുക്ക് ഇതാ വന്നിട്ടുള്ളത് ചിക്ക് പോപ്പ് ആണ്. രണ്ടാമത് സോയാബീൻ ഉണ്ട്. മൂന്നാമത് നമുക്ക് പൊട്ടറ്റോ ബോൾസ് ആണ് കേട്ടോ ഉള്ളത്. ഇതിലൊന്നിന്റെ ഫേവറേറ്റ് ഉണ്ട്. ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമേ ഉള്ളൂ. അതന്നെ എനിക്ക് കണ്ടുപിടിച്ചു തരണം. ഇത് ഞമ്മക്ക് 3 ആക്കും ഇതെല്ലാം ഇഷ്ടമാണ്. എനിക്ക് 3 ഇഷ്ടമല്ല. എനിക്ക് ഒറ്റൊന്നും ഇഷ്ടമുള്ളൂ. മറ്റേ 2 ഞാൻ തിന്നാറേ ഇല്ല. ഇത് കഴിഞ്ഞ റൗണ്ട് പോലെ അലമ്പാവുന്ന അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് അഥവാ തെറ്റിപ്പോയാലും കുറച്ച് സംയമനം പാലിക്കും. ഇതൊക്കെ ഞാൻ സഹിച്ചില്ല. ഇത്രയും നേരം തെറ്റിയത്. അതുകൊണ്ട് ഇനി സംയമനം പാലിക്കാൻ പറ്റില്ല. തുടങ്ങിക്കോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. എനിക്കിതിന് തീരെ വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ് കേട്ടോ. ഇതാന്ന് തോന്നുന്നു. അഥവാ തെറ്റിപ്പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംയമനം പാലിക്കാം. റെഡി, സമാധാനപ്പെടെ. നമുക്ക് അടുത്ത റൗണ്ടിൽ റെഡിയാക്കാം. ഞാൻ സമ്മതിക്കില്ല. ഇതിൽ ഞാൻ പിണങ്ങുള്ളൂ. കാരണം എനിക്ക് നേരത്തെ ഉള്ളത് കുറെ തെറ്റിച്ചു. അതന്നെ ഇല്ല, ശ്രീ തെറ്റിച്ചില്ല. ഞാൻ ഒറ്റ തവണയിലേ തെറ്റിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നല്ല എത്ര പ്രാവശ്യം തെറ്റി. ആരാലും വേണ്ടിയില്ല. എന്റെ കുറെ തെറ്റിണ്ട്. 3 2 1 ഗോ. സോയാബീൻ ഞാൻ കറക്റ്റ് ആക്കി. ശ്രീ ഞാൻ കറക്റ്റ് ആക്കി. നൂഡിൽസിന് സോയാബീന്റെ ആവശ്യം എന്താ? എനിക്ക് സോയാബീൻ ഈ സംഭവം പൊട്ടാറ്റോ പൊട്ടറ്റോ ഫ്രൈ നല്ല രസമല്ലേ? നൂഡിൽസിൽ പൊട്ടാറ്റോ വന്നാല് ഇഷ്ടമാണ്. ഞാൻ ശരിയാക്കി ശ്രീ. ഞാൻ ബോയിൽഡ് എഗ് വെച്ച പോലെ സൈഡിൽ. ഒരു മിനിറ്റ്, ഇത് ഡൗട്ട് ആവാൻ സാധ്യതയുള്ള സാധനം. കാര്യം പൊട്ടറ്റോന്റെ ഇഷ്ടാവും ഇവള് വിചാരിച്ച് സോയാബീനും ചിക്കനും ഉള്ളപ്പോ ഞാൻ കറക്റ്റ് സോയാബീൻ എടുത്തില്ല ശ്രീ. കറക്റ്റ് ആക്കി. ചോറിന് സ്വഭാവമാണ് ഷാമി. ഇന്നും കൂടെ ചോറിന് സോയാബീൻ കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ചോറിന് സോയാബീൻ ഇഷ്ടാന്ന് എനിക്ക് ഇഷ്ടാണ്. പക്ഷെ അറിയാം
പക്ഷെ ഇതില് നൂഡിൽസിലേക്ക് സോയാബീൻ അത് മതി. അറിയില്ല. അന്റെ നീ നേരത്തെ പറഞ്ഞില്ലേ ദാസപ്പൻകുട്ടി. എഗ് തെറ്റിച്ചത് ഞാനാണ്, രണ്ടാളും തെറ്റിച്ചത്. ദാസപ്പൻകുട്ടി അടുത്ത കണ്ടതായി പറയും. ഓക്കെ, അടുത്തത് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തെറ്റി കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇതിലിപ്പോ എനിക്കിത് വേണം തോന്നുന്നത് ഇതാണ്, വേണ്ടാൻ തോന്നുന്നത് ഇതാണ്. കാരണം എന്താ വെച്ചാല് ആദ്യം പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, റെഡി? 3, 2, 1 ഗോ. പൊട്ടറ്റോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തുടക്കത്തിലുള്ള ചിക്കന്റെ സാധനം ഇട്ടതുകൊണ്ട് നോക്ക് ഇതിൽ ചിക്കൻ വേണ്ട. പൊട്ടറ്റോ എനിക്ക് ഇഷ്ടാണോ? പൊട്ടറ്റോ എനിക്ക് ഇഷ്ടമാണോ? ചിക്കൻ ഇഷ്ടമാണോ? ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ട സാധനം എന്താണ്? ചിക്കൻ. അപ്പൊ ഇതിലേക്ക് വെറൈറ്റി ആയിട്ട് എന്താ വേണ്ടത്? പൊട്ടറ്റോ. അതൊന്നും നോക്കാൻ പറ്റൂല guys. ഇഷ്ടം മാത്രം നോക്കാം. ഇവിടെ നോക്കി വർത്താനം പറ. എനിക്ക് ഇഷ്ടമാണോ? ഓക്കെ, ഇപ്പൊ മനസ്സിലായി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെ ഞാൻ മാത്രം ശരിയാക്കി ഗൈസ്. നിങ്ങൾക്ക് എന്നോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ലേ ഞാൻ. എന്നാ പിന്നെ യാതിടണ്ട. ഞാൻ ഇതില് ബെസ്റ്റ് ഇതല്ലേ ഇതല്ലേ ഇടണ്ട് ഞാന്. ചിക്കനല്ലേ? എന്തൊരു കഷ്ടത്തിലല്ല, ഇഷ്ടമല്ല. എനിക്കിത് ഇഷ്ടക്കേടല്ല. ഞാൻ ഓൾറെഡി ഇതിൽ ചിക്കൻ ഉണ്ട്, അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ചിക്കൻ വേണ്ടല്ലോ വെച്ചിട്ടേ. പക്ഷെ അതിനിപ്പോ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും ഊന്നി പറയുന്നു ഇതിൽ എനിക്ക് ഒറ്റ ഒന്ന് മാത്രം ഇഷ്ടമല്ല. അയ്യോ, അതെന്താന്ന് എനിക്കറിയില്ല. അത് ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് ഇതുമാണ് ഗൈസ്. അതെന്താണ്? ഓക്കെ, 3, 2. എനിക്ക് തോന്നുന്നു. ഓക്കെ രണ്ടാമത് ഞാൻ ശരിയാക്കിയതാണ്. 3, 2. അതൊക്കെ ആലോചിക്കാൻ സമയം തരുമോ? ഓക്കെ, റെഡി? 3, 2. ഏയ്, ഞാൻ ഇത്ര നേരം എണ്ണുന്ന നിങ്ങൾ ആരെ എണ്ണിക്കോ? 3, 2, 1 ഗോ. ചിക്കൻ. ഞാൻ ഇറങ്ങി തല്ലട്ടെ. സോയാബീൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ചാമീൻ എനിക്ക് ഇഷ്ടമല്ല. എന്തൊരു കഷ്ടപ്പെടെ ഇവിടുന്ന് മാറ്റണം. ഇവിടെ എത്ര നേരം തെറ്റിക്കുന്ന അറിയോ? അതെ, ഇങ്ങനെ താഴേക്ക് നോക്കിക്കല്ല, മുഖത്ത് നോക്ക്. നേരത്തെ നോക്കിയിരിക്കാം. ഇതെന്താ അറിയോ? ഈ സോയാബീൻ എനിക്ക് ഉണ്ടാക്കി എനിക്കത് ഇഷ്ടമല്ല കേട്ടോ കഴിക്കാന്. പിന്നീട് ചിക്കൻ ഉണ്ടെങ്കിലും കുറച്ചേ നേരത്തെ ചിക്കൻ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ ചിക്കൻ വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ പൊട്ടറ്റോന്റെ ഞാൻ ഇടേണ്ടത്. അതല്ല എനിക്ക് എടുത്ത് തിന്ന് നോക്കി. ഇവളോട് ഒരു വാക്ക് പറയാൻ പറ്റില്ല. മുഖത്തൊക്കെ അങ്ങോട്ട് നോക്ക്. എന്താ പോയാട്ടോടുന്ന് ഞാൻ 2 ഇടുള്ളൂ. എനിക്ക് ഇഷ്ടമല്ലേ അത്. 3 ഇരിക്കട്ടെ. പൊട്ടറ്റോന്റെ എനിക്ക് ഇഷ്ടമല്ല കൈസ്. അത് ഇത് രണ്ടാളത് ഞാൻ ശരിയാക്കിട്ട് ശരിയാക്കി ഇത് കൊളാക്കി കൈസ്. അടുത്ത റൗണ്ടിലേക്ക് ഇതിലിപ്പോ ആർക്കും കറക്റ്റ് കിട്ടിയില്ലല്ലോ. ആർക്കും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ ഗൈസ്, നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ട് ഭയങ്കര നിർണായകമാണ് ഗൈസ്. കാരണം എന്താ വെച്ചാല് ഈ റൗണ്ടിനനുസരിച്ചിരിക്കും നമ്മുടെ നൂഡിൽസിന്റെ ടേസ്റ്റ്. ഇതുവരെ ആരൊക്കെ എന്തൊക്കെയോ തെറ്റിച്ചു. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത് ഞാൻ ക്ഷമിക്കില്ല. ഞാനും എന്നെ ഇവിടെ കൂട്ടുന്നില്ല. ഈ ഏറ്റവും കൂടുതൽ ഇവിടെ തെറ്റിച്ചു. എല്ലാരും ഒരുപോലെ തെറ്റിച്ചത് കേട്ടോ. ഏറ്റവും കൂടുതൽ ആരാ തെറ്റിച്ച്? ഷാമി. ഞാൻ വീഡിയോ കാണട്ടെ. ഞാൻ പറഞ്ഞ എണ്ണി ഞാൻ ഗ്രൂപ്പിലിടുവോ. അപ്പൊ നമ്മുടെ മുന്നിലുള്ള എന്താന്ന് വെച്ചാല് ചില്ലി സോസ് ഉണ്ട്, പിന്നെ സോയാ സോസ് ഉണ്ട്, പിന്നെ ഷെസ്വാൻ സോസും ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ആരും തെറ്റിക്കൂല എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്റെ പ്രതീക്ഷ. ഇതിപ്പോ ആർക്ക് ഏതാ ഇഷ്ടം? എനിക്കിഷ്ടമുള്ള എനിക്കറിയാം, ഇവർക്ക് ഇഷ്ടമുള്ള എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് തന്നെ അറിയില്ല. അപ്പോഴാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഇത് കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പം ഇതാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത്. അത് ദയവേത് രണ്ടുപേരും ശരിയാക്കണം, അല്ല ഞാൻ ഇതിന്റെ അടുത്ത് ഒഴിക്കേണ്ടി വരും. ഓക്കെ, ഇഷ്ടമുള്ളത് ഇതാണ്. ഓക്കെ, കറക്റ്റ് ആക്കണം പ്ലീസ്. റെഡി? 3 ഇതായിരിക്കും വിചാരിക്കുന്നില്ലെങ്കിൽ സാറില്ല കേട്ടോ. 3, 2, 1 No, please. Chili sauce. Chili. സോയാ സോസ് എടുത്ത് ഒഴിക്കേണ്ടി വന്നു. ഒരു യോഗ നമ്മളെല്ലാം കറക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇല്ല ഞാൻ എന്നാലും കൊടുത്ത സാരല്ല, ഏകദേശമൊക്കെ കറക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നേരെ ചില്ലി സോസ് ഈ നൂഡിൽസിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ കേട്ടോ. ഞാൻ സോസ് ഒഴിക്കുന്ന സമയത്ത് ഈ ഓംലെറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടോ. അയ്യോ, ചില്ലി സോസ് അല്ലായിരുന്നു. ആത്മാർത്ഥത കൂടിപ്പോയതാ. ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ്, തീരെ ഇഷ്ടമല്ലാത്തത് ഇതാണ് കേട്ടോ. ഇത് കറക്റ്റ് ആക്കണം. അയ്യോ, തീരെ ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഒരു കാര്യം പറയട്ടെ, എനിക്കിത് ഇഷ്ടമാണ്. ഇതെന്നെ വെക്ക് പണി മതി. ഇഷ്ടമല്ല നൂഡിൽസിൽ ഞാൻ വെറൈറ്റി വാങ്ങുന്ന ഒരു സാധനം പിന്നെ അതായിരിക്കും. എന്നാ പിന്നെ ഓക്കെ, റെഡി? 3,
ശ്രീ തെറ്റിക്കരുത്. 5 സംശയമുണ്ട്, തെറ്റിക്കരുത്. ഏതാണോ നോക്കിയോ? ഞാൻ കറക്റ്റാ. റെഡി അല്ലേ? പിടിച്ചു. 3 2 തെറ്റിക്കല്ലേ? 3 2 1 ഗോ. ഷെസ്വാൻ സോസ്. അതെ, ഓവറാ കണ്ടോട്ടോ. നല്ല രൂപ വിഷയല്ലെങ്കിൽ നൂഡിൽസിൽ എത്ര ഇരുവല്ലേ സഹിക്കും. ഗൈസ്, ഇനി അടുത്ത എന്റേതാണ്. ഇതിൽ ഇത്രയും നേരം കൊണ്ട് ഞാൻ തീരുമാനത്തിൽ എത്തിട്ടോ. എനിക്ക് വേണ്ടത് ഇതാണ്, വേണ്ടാത്തത് ഇതും. എനിക്ക് ഐഡിയ ഇല്ല. തെറ്റിക്കരുത്. നിർണായകാണ്, നിർണായകം. ഇതാണെന്നാണ് എന്റെ ഒരു ധാരണ. കാരണം ഇത് എന്തായാലും ആർക്കും ഇഷ്ടമല്ലാത്തതാണ്. പിന്നെ ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ പറയണേ. 3 2 1 അങ്ങനെ നമ്മള് മൂന്നാളും കൂടി ഈ റൗണ്ട് കറക്റ്റ് ആയിരിക്കുകയാണ്. ഞാനൊരു ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ ഇങ്ങനെ ശരിയാക്കിയുള്ളൂ. പിന്നെ ഈ ലാസ്റ്റത്തെ റൗണ്ട് നമ്മൾ ഇങ്ങനെ റെഡി ആക്കുന്നേ. അതിന്റെ ഇടയിൽ ഞാൻ കുറെ ഒക്കും റെഡിയാക്കി തന്നിരുന്നു. ഞങ്ങൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നും റെഡി ആക്കാത്ത പോലെ വർത്താനം പറയാം. ഞാനിത് ഈ ബുൾസൈ മേലെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഈ ഷെസ്വാൻ സോസ് ഇങ്ങനെ ഒഴിക്കാട്ടോ. ഇനി നമുക്ക് ഈ ബുൾസൈ മാറ്റി വെച്ചിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ പൊരുത്തം നോക്കി 3 ഗ്ലാസ് നൂഡിൽസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പൊരുത്തൊന്നും വരെ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. കുറെ എണ്ണം ശരിയായി, കുറെ എണ്ണം തെറ്റായി. പക്ഷെ എന്ന് കഴിഞ്ഞാലും കാണാൻ വേണ്ടിട്ട് ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. ഇനി കഴിച്ചു നോക്കുമ്പോ എങ്ങനെ ഉണ്ടാവും. ഏകദേശം ഇങ്ങനെയാണ് ഉള്ളത്. ഒരു കൊറിയൻ നൂഡിൽസിനോട് നല്ല സാമ്യമുണ്ട്. ഈ സാധനമൊക്കെ ഞാൻ കൊറിയൻ സീരീസിൽ, ഞാനിപ്പോ കാണുന്ന സീരീസിൽ കൃത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് മിക്സ് ചെയ്യും. നമ്മുടെ ഗ്ലാസ് നൂഡിൽസ് അതിൽ വേറിട്ട് നിൽക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒരേപോലെ ആക്കണം. നല്ലോണം മിക്സ് ചെയ്യുക. ആ കിംച്ചിയും സ്വീറ്റ് കോണും ചിക്കനും പൊട്ടാറ്റോ ഉണ്ടല്ലോ ഇവിടെ നല്ലോണം മിക്സ് ആയി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് ഇന്ത്യൻ നൂഡിൽസിലേക്ക് വരാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. ഇവിടെ ഗ്രീൻ കളറും ഇവിടെ ചിക്കനും പിന്നെ റെഡ് കളറൊക്കെ ആയിട്ട് അത് മിക്സ് ചെയ്യണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. തരുമോ? ഞാനൊന്ന് സ്റ്റൈലിലൊന്ന് മിക്സ് ചെയ്തോക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലേ. ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ നൂഡിൽസ് മിക്സ് ചെയ്യാം. ഇപ്പൊ ട്രാൻസ്പെറന്റിന്റെ മുകളിൽ കളറൊക്കെ പിടിച്ചിട്ട് ഇപ്പൊ ഇത് റെഡ് കളറായി മാറി. ഇത് നല്ല കൂടുതൽ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് റെഡ് കോമ്പിനേഷനിലാട്ടോ കിടക്കുന്നത്. ഹെൽത്തി നൂഡിൽസ്. ഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. ആരൊക്കെയാ തെറ്റിച്ചത് കുറെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു നൂഡിൽസ് ആണ് ഇത്. ഷാമിന്റെ ഐഡിയ പ്രകാരം ഇങ്ങനെ തന്നെ ഞാൻ മിക്സ് ചെയ്യും. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ബുൾസൈ മേലെ വെക്കും. എന്നിട്ട് ആ ബുൾസൈ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് കഴിക്കും കേട്ടോ. ഞാൻ ആ ഗ്രീൻ പീസ് സെലക്ട് ചെയ്തതുകൊണ്ട് എന്തായി നല്ല കളർഫുൾ ആയി. ഞാൻ എന്നെ കൊണ്ട് അധികം ഇങ്ങോട്ട് പോയത്. അങ്ങനെ ഗൈസ് നമ്മൾ പൊരുത്തം നോക്കി ഉണ്ടാക്കിയ ഗ്ലാസ് നൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഗ്ലാസ് ഒക്കെ മാറി കളറൊക്കെ മാറിയില്ലേ? കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ സോസ് ഒക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ട് എങ്ങനെയുണ്ട്? കിംച്ചിയുടെ ടേസ്റ്റ് മെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. കിംച്ചി ഞങ്ങൾ സെലക്ട് ചെയ്ത് തന്നതുകൊണ്ട് ഇതില് ബ്രക്കോളിന്റെ കേസ് അത് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. കഴിച്ചു നോക്കുക, ചിലപ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അടുത്ത എന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ടാട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്ലാസ് നൂഡിൽസിന് പ്രത്യേക ഫ്ലേവർ എന്തുണ്ടോ? അല്ല, അതിന് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല. പക്ഷെ നമ്മള് സാധാരണ കഴിക്കുന്ന നൂഡിൽസ് ഒന്നും വളരെ ഡിഫറെന്റ് ആയിട്ട് കുറച്ചൊരു ക്രിസ്റ്റൽ ടൈപ്പ് പോലെ കഴിക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ എന്താ ജെല്ലി പോലെ നല്ല ടേസ്റ്റ്. ഇനി ഗൈസ് ഇന്റെ ഉള്ളാണ് ഞാനിതാ ഈ ബുൾസൈ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. ശരിക്ക് സങ്കടമായി. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? ആ ഷെസ്വാന്റെ സ്പൈസി ഒരു ഒരു ജെല്ലി നൂഡിൽസ് ഒക്കെ പോലത്തെ ഒരു നൂഡിൽസ് ആണ്. ഇത് ഭയങ്കര വെറൈറ്റി ആട്ടോ. ഇത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അതിലാ ബുൾസൈ വന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാല് ഗ്ലാസ് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സാധനം കിട്ടും. പാക്കറ്റ് കിട്ടും. അതിലിപ്പോ നമ്മൾ ഇവിടെ കഴിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇടുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് നൂഡിൽസ് ആവുന്ന സമയത്ത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും. സത്യം. എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി. ഇവര് പൊരുത്തത്തിൽ കുറെ പൊരുത്തം തെറ്റിച്ചിട്ടുണ്ടെങ്കിലും
ലാസ്റ്റ് ആയപ്പോ ഗ്ലാസ് നൂഡിൽസ് അടിപൊളി. എന്റേതും അതേപോലെ തന്നെയാണ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ട് കുറച്ചുകൂടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലേവർ ഉള്ള ഒരു ഗ്ലാസ് നൂഡിൽസ് ആയിരുന്നു. അതൊരു വെറൈറ്റി നൂഡിൽസ് ആയിരുന്നു guys. 3 പേരും ഇപ്പൊ അടിപൊളിയായി. അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. ഇതിലെ പൊരുത്തത്തിനെ പറ്റി അധികം ഒന്നും പറയാത്തതാണ് നല്ലത്. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നത് ശരി. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് എരിവും കിട്ടും. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മളിപ്പോ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.